മഹാന്മാരെ പ്രസവിച്ച കുലത്തിൽ ഇങ്ങനെ ഒരു അസുര വിത്ത് എങ്ങനെ മുളച്ചു എന്ന് ഞാൻ അതിശയിക്കുകയാണ്. നേരെ തിരിച്ചിട്ട് പറഞ്ഞു. വാസിയെ പറ്റി അടിച്ചു പൊക്കി പറഞ്ഞ അതേ വാവുകൊണ്ട് പറയുകയാണ്. CV രാമൻപിള്ളയും EV ഒക്കെ ജനിച്ച ആ തറവാട്ടിൽ, അവർ ജീവിച്ച തറവാട്ടിൽ ഇങ്ങനെ ഒരു അസുര വിത്ത് എങ്ങനെ പിറന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്നായി. ഹൈ, മോശം. ഈ തൊഴിലില്ലാത്ത പയ്യന് കൗൺസിലറാകാൻ എന്ത് യോഗ്യതയാണുള്ളത്? വല്ല കാക്കരശ്ശി നാടകം കളിച്ച് ജീവിച്ചാൽ പോരെ. ഉത്തരവാദിത്തപ്പെട്ട കൗൺസിലർ സ്ഥാനത്തേക്ക് നമ്മുടെ മുരളിയാണ് യോഗ്യൻ. അടുത്ത് നിന്ന് കാതി പറഞ്ഞ മുരളിയാണ് യോഗ്യനെന്ന്. തെരഞ്ഞെടുപ്പിൽ അടൂർവാസി തോറ്റു. അങ്ങനെയാണ് അദ്ദേഹം സിനിമാ നടനാവാനായി മദ്രാസിലേക്ക് പോയത്. പക്ഷേ തന്നെ കളിയാക്കിക്കൊണ്ട് പ്രസംഗിച്ച പട്ടം താണുപിള്ളയെ അടൂർവാസി മറന്നതേയില്ല. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പട്ടം താണുള്ള പഞ്ചാബിലെ ഗവർണറായി. അപ്പോൾ അടൂർവാസി ഒരു കഥ ഇറക്കി. പുതിയ ഗവർണറെ സ്വീകരിക്കാനായിട്ട് പഞ്ചാബിൽ വലിയ ഒരു പൊതുയോഗം വെച്ചു. എല്ലാം സിഖുകാരല്ലേ ഉള്ളൂ പഞ്ചാബിൽ. ഈ താടിയും വളർത്തി തലക്കെട്ട കിട്ടിയവരല്ലേ ഉള്ളൂ. അവരെ കണ്ടപ്പോൾ പട്ടം താണുള്ള പ്രസംഗിച്ചത്രേ, ഇത്രയധികം അയ്യഭക്തന്മാർ പഞ്ചാബിൽ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. വ്രതം തെറ്റിക്കരുത്. നിങ്ങളുടെ ശബരിമല യാത്രയ്ക്ക് വേണ്ട എല്ലാ സൗകര്യവും ഗവർണർ എന്നുള്ള നിലയ്ക്ക് ഞാൻ നടപ്പിലാക്കി തരും എന്ന് പറഞ്ഞു. ഇതാണ് വാസു സാർ ഉണ്ടാക്കിയൊരു കഥയാണ്. പട്ടം താണുള്ളിക്കിട്ട് ഒരു അടി കൊടുക്കാൻ വേണ്ടി ചെയ്തത്. അദ്ദേഹത്തിന് ഹിന്ദി അറിഞ്ഞൂടാ എന്നും സിഖുകാരാണ് പഞ്ചാബിലുണ്ടതെന്ന് അറിഞ്ഞൂടാന്ന് ഈ താടിയൊക്കെ വളർത്തിയിരിക്കുന്നത്, മുടിയൊക്കെ വളർത്തിയിരിക്കുന്നത് ശബരിമല പോകാനാണെന്ന് പുള്ളി തെറ്റിദ്ധരിച്ചു എന്നാണ് വാസു സാർ പറഞ്ഞത്.